إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി പാലിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു മനുഷ്യന് നൽകിയ ഒരു അനുഗ്രഹമാണ് നമ്മളുടെ ഈ ലൗകിക ജീവിതം. ഈ ജീവിതം മരണം വരെ ജീവിച്ചു തീർക്കാൻ നമ്മളെല്ലാവരും വിധിക്കപ്പെട്ടവരാണ്, ബാധ്യതയുള്ളവരാണ്. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ പല കാര്യങ്ങളും പലപ്പോഴായി കടന്നു വരും. നമ്മൾക്ക് സന്തോഷം നൽകുന്നതും ആവേശം നൽകുന്നതുമായ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ കടുത്ത പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളും ജീവിതത്തിലുണ്ടാവും. പ്രയാസങ്ങൾ മാത്രമുള്ള ഒരു ജീവിതമോ സന്തോഷവും ആവേശവും മാത്രമുള്ള ഒരു ജീവിതമോ സാധാരണ മട്ടിൽ മനുഷ്യനുണ്ടാവില്ല. രണ്ടും സമ്മിശ്രമായി കലർന്നു നിൽക്കുന്ന, ഏറിയും കുറഞ്ഞുമൊക്കെയുള്ള തോതിലാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതമുള്ളത്. ഇത്തരമൊരു ജീവിതം നിർബന്ധമായും അനുഭവിക്കാൻ വിധിക്കപ്പെട്ട നമ്മൾ ആ ജീവിതത്തോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഖുർആനും ഹദീസും അഥവാ ഇസ്ലാം നമ്മൾക്ക് ഇതിനൊരു കാഴ്ചപ്പാട്, ഒരു വീക്ഷണം നമ്മൾക്ക് നൽകുന്നുണ്ട്. ഏത് പ്രശ്നങ്ങൾ മുന്നിൽ വന്നാലും നമ്മൾക്ക് അനുകൂലമായിട്ട് കാണാൻ, പോസിറ്റീവായിട്ട് കാണാൻ നമ്മൾ അതിനെ പഠിക്കുക. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുകൂലമാക്കി മാറ്റാനും അനുകൂലമായി കാണാനും നമ്മൾക്കുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം വിശ്വാസി. അതൊരു വിശ്വാസിക്ക് വളരെ പെട്ടെന്ന് സാധിക്കുന്ന കാര്യമാണ്. വിശ്വാസിക്ക് അത് സാധിക്കൂ. ജീവിതത്തിൽ നിരാശനാവാതെ
എല്ലാം നമ്മൾക്ക് അനുകൂലമാണ്, പരലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾക്കതൊക്കെ ഗുണമാണ് എന്ന നിലക്ക് കാണാനുള്ള ഒരു മനോഭാവം ഇസ്ലാം വിശ്വാസിയെ പഠിപ്പിക്കുന്നുണ്ട്. ഉബാദത്ത് ബിൻ സാബിത്ത് എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹം തൻ്റെ മകനെ ഉപദേശിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കിട്ടുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഉപദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നു, യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഇന്നക്കലൻ തജിദ തുഅമൽ ഈമാൻ, നിനക്ക് ഈമാന്റെ വിശ്വാസത്തിന്റെ രുചി, അതിന്റെ മധുരം അനുഭവിക്കാൻ കഴിയില്ല. ഹത്താ തഅലമ അന്നമാ അസ്വാബക ലം യകുൻ ലിയുഖ്തിഅക, നിനക്ക് സംഭവിച്ച, നിനക്ക് ലഭിച്ച കാര്യങ്ങളൊക്കെയും നിനക്ക് കിട്ടേണ്ടത് തന്നെയായിരുന്നു, അതൊരിക്കലും നിനക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല, നിനക്ക് വിധിച്ചത് തന്നെയാണ് ആ കിട്ടിയതൊക്കെ എന്ന് മനസ്സിലാക്കുന്നത് വരെ. നിനക്ക് ലഭിക്കാതെ പോയത്, കിട്ടാതെ പോയത് നിരാശപ്പെടാൻ ഒന്നുമില്ല, നിനക്ക് വിധിച്ചതല്ലായിരുന്നു എന്ന് നീ മനസ്സിലാക്കാത്ത കാലത്തോളം നിനക്ക് ഈമാന്റെ രുചി അനുഭവിക്കാൻ കഴിയില്ല, മധുരം അനുഭവിക്കാൻ കഴിയില്ല എന്നാണ്. ഇതൊരു വലിയ തത്വമാണ് പഠിപ്പിക്കുന്നത്. ജീവിതത്തെ എല്ലാറ്റിനെയും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി കാണാൻ കഴിയുന്ന ആശയം ആണ് ഈ പഠിപ്പിക്കപ്പെടുന്നത്. നമ്മൾക്ക് എന്ത് സംഭവിച്ചാലും ജീവിതത്തിൽ നമ്മൾ വലിയ പ്ലാനും പദ്ധതിയും ഒക്കെ ആയിട്ട് ഒരുങ്ങും ജീവിക്കാൻ. പക്ഷെ അതിന്റെ ഘടക വിരുദ്ധമായിട്ടോ നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിലേക്കൊക്കെ തിരിഞ്ഞു പോകും കാര്യങ്ങൾ. കടുത്ത പ്രയാസങ്ങൾ ഉണ്ടാവും ചിലപ്പോഴൊക്കെ. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, ഈ വാക്യങ്ങൾ പറയുന്നത്, നിനക്ക് വിധിച്ചൊരു കാര്യം, നിനക്ക് സംഭവിച്ചൊരു കാര്യം ഒരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കില്ല. അത് എനിക്ക് വിധിച്ചതാണ്, അങ്ങനെ സംഭവിക്കൂ എന്ന് മനസ്സിലാക്കുക. അതേപോലെ നിനക്ക് നഷ്ടപ്പെട്ടൊരു കാര്യം, കിട്ടാതെ പോയൊരു കാര്യം, എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന നിരാശ വേണ്ട, എനിക്കത് വിധിച്ചിട്ടില്ല. അങ്ങനെ നീ മനസ്സിലാക്കാത്തിടത്തോളം കാലം നിന്റെ ഈമാന്റെ രുചി നിനക്ക് അനുഭവിക്കാൻ കഴിയില്ല. നമുക്ക് നമ്മളൊന്ന് ശാന്തമായിട്ട് ആലോചിച്ച് നോക്കും, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന ഓരോരോ ഘട്ടങ്ങളിൽ ഇത് എത്രത്തോളം നമ്മൾക്ക് പ്രായോഗികമാക്കാൻ കഴിയുമെന്ന്. നമ്മൾ എത്ര നന്നായിട്ട് കാണാൻ ശ്രമിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ അതിനെ മറികടന്ന് പ്രശ്നങ്ങൾ വരും. അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്, നമ്മൾ ആഗ്രഹിക്കാത്തതുമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിനെയും നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റണമെങ്കിൽ, സമാധാനം മനസ്സിൽ കിട്ടണമെങ്കിൽ അത് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന ആശ്വാസമാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. ഇത് നമ്മളിങ്ങനെ കുറെ പറഞ്ഞത് കൊണ്ടുണ്ടാകുന്നതല്ല, നമ്മൾ കുറെ പഠിച്ചത് കൊണ്ടും ഉണ്ടാവില്ല. നമുക്ക് ഒരു വിവരവും കൂടുതലൊന്നും നേടാത്ത വളരെ സാധാരണക്കാരായ ആളുകൾ ചിലപ്പോൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നാടന്മാരായ മനുഷ്യന്മാർ നമ്മളൊക്കെ വലിയ പരിഭവവും പ്രയാസവും ഒക്കെ പറയുമ്പോൾ അവർ പറയും, അതൊക്കെ അള്ളാഹുവിന്റെ വിധിയാണ്, അത് നമ്മൾക്ക് തടുക്കാൻ കഴിയില്ല, അത് വരുന്നത് പോലെ നമ്മൾ അനുഭവിക്കുക. ആ ഒരു സമാധാനം ശരിക്കും ഈമാനുള്ള ഒരാൾക്ക് ലഭിക്കുന്ന കാര്യമാണ്. ആ ഈമാനാണ് നമ്മൾക്ക് വേണ്ടത്. ഒരു നിരാശയും ജീവിതത്തിൽ വേണ്ട എന്നാണ്. പ്രതീക്ഷ തന്നെ വെച്ച് പുലർത്തുക. വരുന്നതിനൊക്കെ നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് നോക്കൂ നിങ്ങൾ, അജബൽ അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. നമുക്ക് വിശ്വാസിയെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് അവന്റെ കാര്യം അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. എന്താ അത്ഭുതം? അവന് സംഭവിക്കുന്ന വരുന്ന എല്ലാ കാര്യവും അവന് ഖൈറായിട്ടേ ഉണ്ടാവുന്ന. അതെങ്ങനെ? എന്ത് സംഭവിച്ചാലും വിശ്വാസിയെ സംബന്ധിച്ച് അവന് ഖൈറാണത്. അവന് തിന്മ വരില്ല,
തിന്മയായിട്ട് മാറില്ല. പ്രയാസമാണ്, തിന്മയാണ് എന്ന് നമ്മൾ കാണുന്നത് പോലും അന്തിമ വിശകലനത്തിൽ നമ്മൾക്ക് ഹൈറായിട്ട് വരും. അത് വിശ്വാസിയുടെ ഒരു പ്രത്യേക അത്ഭുതമാണ് ആ കാര്യം എന്ന് റസൂൽ പറയുന്ന ഒരു വാക്ക്. ഈ പറഞ്ഞൊരു കാര്യം ആർക്കും ലഭിക്കില്ല ഒരു വിശ്വാസിക്കല്ലാതെ. എല്ലാം ഹൈറാക്കി മാറ്റുന്ന, നന്മയാക്കി മാറ്റുന്ന ആ പ്രക്രിയ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മാത്രമേ സംഭവിക്കൂ, മറ്റാർക്കും അത് സംഭവിക്കില്ല എന്ന് റസൂൽ പറയുന്നു. എന്നിട്ട് അത് എങ്ങനെ സംഭവിക്കുന്നത്? ഇൻ അസാബു സർറാ ശകറ. രണ്ട് സാധ്യതയാണല്ലോ. ഒന്നാമത്തെ റസൂൽ പറയുന്നത്, സന്തോഷകരമായ വല്ല കാര്യവും അവന് സംഭവിച്ചാൽ ശകറ, ആ സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും. അത് മനസ്സിന്റെ വല്ലാത്തൊരു അനുഭൂതിയുള്ള ഒരു അനുഭവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വളരെ സന്തോഷകരമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. ആ അനുഭവം നമ്മൾ ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. അല്ലെങ്കിൽ എന്തിനാണോ അള്ളാഹു ആ അനുഗ്രഹം നമ്മൾക്ക് നൽകിയത്, അത് ആ മാർഗത്തിൽ തന്നെ വിനിയോഗിച്ചുകൊണ്ട് അവന് നന്ദി കാണിക്കുന്നു. ആ അനുഭൂതി നമ്മുടെ വാക്കുകൾക്കും വർണ്ണനകൾക്കും ഒക്കെ അപ്പുറമാണ്. അതാണ് വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണെന്ന് റസൂൽ പറയുന്നത്. നന്മ വന്നാൽ, സന്തോഷകരമായ ഒരു കാര്യം വന്നാൽ അതിന് സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും. പല മേഖലയിലും സന്തോഷകരമായത് വരാം. കുടുംബത്തിന്റെ ജീവിതാന്തരീക്ഷത്തിൽ വരാം, ഭാര്യയുടെ കാര്യത്തിൽ, ഭർത്താവിന്റെ കാര്യത്തിൽ വരാം, മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകാം, സാമ്പത്തിക രംഗങ്ങളിൽ ഉണ്ടാകാം, ജീവിതത്തിൽ വരുന്ന കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ കാര്യത്തിൽ ഉണ്ടാവാം. വളരെ സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടാവുമ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നു. അത് അവന് ഗുണമായി മാറുന്നു. റസൂലിന്റെ മറുഭാഗം പറയുന്നത്, വൈൻ അസാബത്തുഹു സറാഅ സബറ ഫകാന ഖൈറൻ ലഹു. ഇനി അവന് ഒരു തിന്മയാണ്, പ്രയാസകരമായ കാര്യമാണ് സംഭവിക്കുന്നതെന്ന് വെക്കുക. അങ്ങനെ ഉണ്ടാവും, അത് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെ സംഭവിക്കും ജീവിതത്തിൽ. നമ്മൾ എത്ര നന്നായാലും നമ്മൾ വിചാരിക്കാത്ത ജീവിതത്തിൽ കടന്നു വരും. അങ്ങനെ സംഭവിച്ചാൽ അത് അള്ളാഹുവിന്റെ വിധിയാണെന്ന് മനസ്സിലാക്കി അവൻ ക്ഷമിക്കും. ചെയ്യാവുന്നതൊക്കെ ചെയ്താലും വരും, ചിലപ്പോൾ അവൻ ക്ഷമിക്കും. അങ്ങനെ ക്ഷമിക്കുമ്പോൾ ഫകാന ഖൈറൻ ലഹു, അതും അവന് നന്മയായി മാറുന്നു. അപ്പൊ ഗുണം വന്നാലും പ്രയാസം വന്നാലും രണ്ടും നന്മയാക്കി മാറ്റാൻ കഴിയുന്നത് വിശ്വാസിക്ക് മാത്രമാണ്. മറ്റൊരു മൂമിനല്ലാത്ത ഒരാൾക്കും അത് സാധിക്കില്ല. കാരണം നന്മ വരുമ്പോൾ സന്തോഷിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുന്നു. പ്രയാസം വരുമ്പോൾ ക്ഷമിക്കുകയും ആ പ്രയാസം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഖൈറായി മാറുന്നു. രണ്ടും ഖൈറാക്കി മാറ്റാവുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഈ വിശ്വാസി എന്ന് പറയുന്നത്. ഇതാണ് ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം. നമ്മൾ പറയുന്ന പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണുക. എന്തും നമ്മൾക്ക് അനുകൂലമാണ്, പരലോകവുമായി വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂൽ, ഒരു യുവാവായ സഹാബി, അദ്ദേഹം രോഗിയായി കിടക്കുകയാണ്, മരണാസന്നനാണ്. റസൂൽ അദ്ദേഹത്തെ സന്ദർശിച്ചു. റസൂൽ അങ്ങനെ സന്ദർശിച്ചു. റസൂൽ ചോദിച്ചു, കൈഫ തജിദുക. ഒരു സ്വാഭാവികമായ ചോദ്യം, എന്താണ് നിന്റെ അവസ്ഥ? രോഗിയാണല്ലോ, ഏതാണ്ട് മരണത്തോട് അടുത്തിരിക്കും. കൈഫ തജിദുക, എന്താണ് നിന്റെ അവസ്ഥ? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ആ യുവാവ് പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് ഇനി അർജുല്ലാഹ. അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് അള്ളാഹുവിന്റെ കാര്യത്തിൽ പ്രതീക്ഷ ഉണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക്, എനിക്ക് അള്ളാഹുവിന്റെ കാര്യത്തിൽ, എൻ്റെ കാര്യത്തിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. മരണാസന്നനാണ്, എനിക്ക് പ്രതീക്ഷ ഉണ്ട്. അതോടൊപ്പം തന്നെ വൈനി അഖാഫു ദുനൂബി, എൻ്റെ ജീവിതത്തിൽ വന്ന കുറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, ആ കാര്യത്തെ പറ്റി എനിക്ക് ഭയവും ഉണ്ട് റസൂലേ എന്ന് പറഞ്ഞു. എന്താണ് നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അതാണ്. വളരെ കൃത്യമായ മറുപടിയാണ്. എനിക്ക് അള്ളാഹുവിന്റെ കാര്യത്തിൽ നല്ല പ്രതീക്ഷ ഉണ്ട്, അള്ളാഹുവിനോട് കരുണ കാണിക്കുമെന്ന, അനുകൂലമായിരിക്കും എൻ്റെ കാര്യമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. പക്ഷെ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഉണ്ടല്ലോ,
ആ കാര്യത്തിൽ എനിക്ക് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയവുമുണ്ട് റസൂലെ എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ അതിന് പറഞ്ഞൊരു മറുപടി നോക്ക് നിങ്ങൾ. ലാ യജ്തമിയാനി ഫീ ഖൽബി അബ്ദി മിസ്ലി ഹാദൽ മൗത്തിൻ ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു വഅമ്മനഹു ബിമാ യഖാഫ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ധാരണയുണ്ടല്ലോ, ആ ധാരണക്കായിരിക്കും അള്ളാഹു പ്രാധാന്യം കൊടുക്കുക. അള്ളാഹുവിനെ കുറിച്ച് അയാൾ വെച്ച് പുലർത്തുന്ന ആ ധാരണക്കനുസരിച്ച് അള്ളാഹു അയാൾക്ക് നൽകും. വഅമ്മനഹു ബിമാ യഖാഫ്. രണ്ടാമത്തെ ഭാഗം, എന്തൊരു കാര്യത്തിലായിരുന്നു അയാൾ ഭയപ്പെട്ടിരുന്നത്, ആ ഭയത്തിൽ അള്ളാഹു അയാൾക്ക് നിർഭയത്വം നൽകുകയും ചെയ്യുമെന്ന്. നമുക്ക് മരണാസന്നായി കിടക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പറയാൻ കഴിയണം. അതാണ് ജീവിതത്തെ അനുകൂലമാക്കി മാറ്റുക എന്ന് പറയുന്നത്. മരണം ഉറപ്പാണ്, മാറ്റാൻ കഴിയില്ല. നമ്മൾക്ക് ആർക്കും മാറ്റാൻ കഴിയില്ല, ഉറപ്പുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആരും അത് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതാണ് മനുഷ്യന്റെ പ്രകൃതി. പക്ഷെ ആ സംഭവിക്കുന്ന ഘട്ടത്തിലും നമ്മൾ നിരാശനാവുകയല്ല വേണ്ടത്. ഈ യുവാവ് പറഞ്ഞതുപോലെ എൻ്റെ കാര്യത്തിൽ അള്ളാഹു എടുക്കുന്ന തീരുമാനത്തിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ട് റസൂലെ. പക്ഷെ എൻ്റെ കുറ്റകൃത്യങ്ങളുണ്ടല്ലോ, ഞാൻ ചെയ്തു പോയതൊക്കെ, അതിൽ അള്ളാഹുവിന്റെ ശിക്ഷ എനിക്ക് ഭയമുണ്ട്. രണ്ടും സമ്മിശ്രമാണ്. അപ്പോൾ റസൂൽ പറഞ്ഞ മറുപടിയാണ്, എന്തു പ്രതീക്ഷയാണോ അയാൾ വെച്ചു പുലർത്തുന്ന അള്ളാഹു അയാൾക്ക് നൽകാതിരിക്കില്ല. എന്തിലാണോ അയാൾ ഭയപ്പെടുന്നത് അതിലയാൾക്ക് നിർഭയത്വം നൽകാതെയും ഇരിക്കില്ല. റസൂലുള്ളാഹിന്റെ വേറെ വാക്ക്, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹ്. അള്ളാഹുവിനെ പറ്റി നല്ല ധാരണയോടുകൂടിയല്ലാതെ, സൽപ്രതീക്ഷയോടുകൂടിയല്ലാതെ നിങ്ങൾ ആരും മരിച്ചു പോകരുതേ എന്ന് റസൂൽ പറഞ്ഞു. മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മരിക്കണമെന്നാണ്. ആ മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നാണ്. അത് സാധിക്കാതിരുന്നാൽ നമ്മൾക്ക് നഷ്ടമാണ്. നിരാശ വരാൻ പാടില്ല. ജീവിതത്തിൽ നിരാശ വരാൻ പാടില്ല. എപ്പോഴും പ്രതീക്ഷയിൽ തന്നെ ജീവിക്കണം. ഒരു രോഗം വന്നാലും അങ്ങനെയാണ്, പ്രയാസങ്ങൾ വന്നാലും അങ്ങനെയാണ്. അതൊക്കെ നമുക്ക് അനുകൂലമാക്കി മാറ്റണം. വിശുദ്ധ ഖുർആന്റെ ഒരു വാക്യം നോക്കൂ നിങ്ങൾ. കുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. നബിയെ പറഞ്ഞു കൊടുക്കുക. അള്ളാഹു പറയുന്ന വാക്ക്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തത്തോട് പരിധിയില്ലാതെ തെറ്റുകൾ ചെയ്ത, അമിതമായി പാപങ്ങൾ ചെയ്തു കൂട്ടിയ എന്റെ അടിമകളെ, അള്ളാഹു വിളിക്കുകയാണ് അടിമകളെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ആശയറ്റു പോകരുതേ, നിരാശരായി പോകരുതേ. ആരെ വിളിച്ചായി പറയുന്നവരെ? നിങ്ങൾ കയ്യും കണക്കുമില്ലാതെ, പരിധിയില്ലാതെ തെറ്റുകൾ ചെയ്ത മനുഷ്യൻ അള്ളാഹു വിളിക്കുന്നത് യാ ഇബാദ്, എന്റെ അടിമകളെ എന്നാണ്. വളരെ സ്നേഹത്തോടു കൂടി അള്ളാഹു വിളിക്കുന്നു. മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതോടുകൂടി അള്ളാഹുവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകുന്നില്ല. മനുഷ്യൻ കുറ്റകൃത്യങ്ങൾ ചെയ്യും. അത് പ്രകൃതിയുടെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഭാഗമാണ്. അത് എന്തു പുറത്തു കൊടുക്കുന്നവരാണ് കരുണാവാരിധിയായ അള്ളാഹു. അള്ളാഹു പറയുന്നത്, നിങ്ങൾ പരിധിയില്ലാതെ തെറ്റുകൾ ചെയ്ത എന്റെ അടിമകളെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ആശയറ്റു പോകരുതേ, നിരാശരായി പോകരുതേ എന്ന്. അപ്പോഴും പ്രതീക്ഷ വെക്കണം. പടച്ചവൻ എന്നെ സഹായിക്കില്ല, എന്നെ കൈയൊഴിച്ചു എന്ന തോന്നൽ ഉണ്ടാവാനേ പറ്റില്ല. പടച്ചവന് നമ്മളെ സഹായിച്ചതിന്റെ പേരിൽ ഒന്നും നഷ്ടപ്പെടാനില്ല. നമ്മളുടെ പാപങ്ങൾ മുഴുവനും പടച്ചവന് പുറത്തു തന്നാലും പടച്ചവന് ഒന്നും നഷ്ടപ്പെടാനില്ല. അത് പടച്ചവനാണ്. നമ്മളെ പടച്ചവനാണ് അവൻ. അവന് നമ്മോട് കരുണ കാണിച്ചതിന്റെ പേരിൽ ഒന്നും സംഭവിക്കാനില്ല. ആ ഔദാര്യം ചെയ്തതിന്റെ പേരിൽ അവനൊരു കുറവും വരില്ല. ശിക്ഷിച്ചതിന്റെ പേരിൽ ഒന്നും നേടാനുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട്, അവന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരായി പോകരുതേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിഅ.
നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. മുഴുവൻ പാപവും പടച്ചോൻ നമ്മൾക്ക് പുറത്തു തരും. അത് അള്ളാഹു ഏറ്റ കാര്യമാണ്. നമ്മൾ അതിനുള്ള പണിയെടുക്കുക വേണ്ടുള്ളൂ. എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്താലും പിന്നെയും പിന്നെയും പടച്ചവനെ സമീപിക്കാം, വീണ്ടും വീണ്ടും സമീപിക്കാം, എത്രയായാലും പിന്നെയും സമീപിക്കാം. അതാണ് അള്ളാഹു. ഒരു നിരാശ പാടില്ല അള്ളാഹുവിന്റെ കാര്യത്തിൽ. ആ നിരാശ വരുന്നതോടുകൂടിയാണ് നമ്മൾ മറ്റുള്ള ഷിർക്കിന്റെ മേഖലയിലേക്കൊക്കെ പോകുന്നത്. മറ്റു പലരും സഹായിക്കാനുണ്ടാകുമെന്ന ധാരണയിൽ അവരൊക്കെ സമീപിക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ ജീവിതത്തെ അനുകൂലമായി കാണുക, അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഏത് പ്രതിസന്ധിയിലും അള്ളാഹു സഹായിക്കുമെന്ന ആ പ്രതീക്ഷയോട് കൂടി ജീവിക്കണം. ഒരു സംഭവം കൂടി നിങ്ങൾ നോക്കൂ. യാക്കൂബ് നബി അലൈഹിസ്സലാം, അത് യൂസുഫ് നബിന്റെ പിതാവാണ്. നമ്മൾക്കറിയുന്ന ഒരു സംഭവമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമയെ സഹോദരന്മാർ തട്ടിക്കൊണ്ടുപോയി കിണറ്റിലിട്ടു. അവസാനം അദ്ദേഹം ഈജിപ്തിലെത്തി. പിന്നെ അവിടെ നിന്ന് സഹോദരനെയും കൊണ്ടുപോയി, ബിന്യാമിനെയും കൊണ്ടുപോയി. ഒരു ബാപ്പയാണ് അദ്ദേഹം. യാക്കൂബ് നബി ഒരു ബാപ്പയാണ്. കരഞ്ഞ് കണ്ണു വെളുത്തുപോയി എന്നാണ്. കണ്ണു വെളുത്തുപോയി, അത്ര കരഞ്ഞുപോയി അദ്ദേഹം. ചെറിയ രണ്ട് മക്കളാണ് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ട്. അപ്പോഴും സഹോദരന്മാരെന്തോ ചെയ്തതാണ്. അവർ കളവ് പറഞ്ഞതുപോലെ ചെന്നായി പിടിച്ചതൊന്നും അല്ല എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ പിന്നെയും ബാക്കി നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഒരു വാക്ക് നോക്കൂ നിങ്ങൾ. അപ്പോഴും ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലൈക്. അല്ലാഹുവേ, എൻ്റെ വേവലാതിയും എൻ്റെ സങ്കടവും ഒക്കെ പടച്ചോനെ നിന്നോട് തന്നെയാണ് ഞാൻ പറയുന്നത്. വേറെ എനിക്കൊന്നുമില്ല ഇതിന്. എൻ്റെ വേവലാതിയും സങ്കടവും പടച്ചോനെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരായി പോകരുതേ, ആ കാരുണ്യത്തിൽ എനിക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എന്നാണ്. നോക്കൂ, അപ്പോഴും അതിനെ അനുകൂലമാക്കി മാറ്റിയെടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നിരാശരായി ജീവിതത്തിൽ മടുപ്പ് വന്ന് ജീവിതം അവസാനിപ്പിക്കുകയല്ല. പടച്ചവൻ ഒരു പരിഹാരം തരും, എന്തെങ്കിലും നന്മ എനിക്ക് നേടിത്തരും എന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. ഈ പ്രതീക്ഷയാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അതാ റസൂല് പറഞ്ഞ അജബൻ ലി അംരിൽ മുഅ്മിൻ. ഒരു മുഅ്മിന്റെ, വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. എല്ലാ കാര്യങ്ങളും തനിക്ക് അനുകൂലമായി നന്മയാക്കി മാറ്റാൻ കഴിയുന്നവനാണ് വിശ്വാസി. ആ നന്മ നമ്മൾക്ക് ഇഹലോകത്തും നല്ലതാണ്, മരണാനന്തര ജീവിതത്തിൽ സ്വർഗം നേടാനും അത് കാരണമാകും. അങ്ങനെ ജീവിതത്തെ പോസിറ്റീവായി കാണാൻ നമ്മൾ പഠിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടിലും അയൽ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലുമൊക്കെ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത, ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരു പ്രവണത, ആളുകൾ വളരെ പെട്ടെന്ന് നിരാശ ബാധിക്കുകയും ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം, ഒരു പ്രവണത തന്നെയായിട്ട് വളർന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇന്ന് മനുഷ്യൻ ഏറ്റവും ആധുനികനാണ്, നമ്മൾ പറയാറുള്ളത്. സാങ്കേതിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടങ്ങളൊക്കെ നടത്തി മനുഷ്യൻ വലിയ മികവുകളൊക്കെ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. വൈദ്യശാസ്ത്രത്തിൻ്റെയും ചികിത്സയുടെ ഒക്കെ മേഖല വാക്കുകൾക്കൊക്കെ അപ്പുറം നിൽക്കുന്ന സൗകര്യങ്ങളാണ് മനുഷ്യൻ നേടിയിട്ടുള്ളത്, കഴിവുകളാണ് മനുഷ്യൻ നേടിയിട്ടുള്ളത്. ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കുക. പഴയ കാലത്തെ 10-50 വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിത സാഹചര്യവും ചുറ്റുപാടും പരിസരവും ഒക്കെ താരതമ്യം ചെയ്താൽ മനുഷ്യന് എത്തി നിൽക്കുന്ന സൗകര്യങ്ങളുടെ വൈപുല്യം, വ്യാപ്തി നമ്മൾ കണക്കാ. അത്ര സൗകര്യങ്ങൾ.
എന്തും നിമിഷ നേരം കൊണ്ട്, അങ്ങനെയാണ് ഇപ്പോൾ. കാത്തിരിക്കാൻ സമയമില്ല ആർക്കും. ഒരു നിമിഷ നേരം കൊണ്ടൊക്കെ സാധിക്കണം. അങ്ങനെ സാധിപ്പിക്കുന്നു മനുഷ്യൻ. മെസ്സേജുകൾ പാസ് ചെയ്യാൻ, അറിയാൻ, എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടത്തി കൊണ്ടുപോകാവുന്ന സൗകര്യങ്ങളിൽ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കുന്ന മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും ഗ്യാരണ്ടിയും ഇല്ലാത്ത അവസ്ഥ കൈവന്നിരിക്കും. എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കുന്നുള്ള അർത്ഥം. നമുക്ക് നമ്മളുടെ ന്യൂസുകൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കല്ലേ. ഒരു പ്രേമ നൈരാശ്യം, അതൊരു ചാബല്യമാണ്, ഒരു പ്രായത്തിന്റെ ചാബല്യമാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരും. പക്ഷെ അതിൻ്റെ നേട്ടകോട്ടങ്ങളൊക്കെ ആ പ്രായത്തിൽ വിലയിരുത്തി ഇനി എനിക്ക് ജീവിക്കണ്ട, അതിൻ്റെ മിനിമം തീരുമാനം ആത്മഹത്യ ചെയ്യുക എന്നുള്ള. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ചെറിയ കാലത്തെ ഇടവേളയിലെ പരിചയം, രണ്ട് വ്യക്തികൾ, ഒരാണും പെണ്ണും, കൗമാരക്കാർ, കോളേജിലും സ്കൂളുകളിലൊക്കെ, ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ, അതിൻ്റെ അപ്പുറം ഒന്നും ഭാവി ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത ആ പ്രായത്തിൽ ഇനി പരിഹാരം ഒന്നേയുള്ളൂ, ഏറ്റവും ചുരുങ്ങിയത് ആത്മഹത്യ ചെയ്യണം. അല്ലാതെ ഇതിന് ഒരു പരിഹാരമല്ല. ഇതൊരു പരിഹാരമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജീവൻ ഒടുക്കുക എന്നതൊരു പരിഹാരമാണോ? ഒരു പരിഹാരമല്ല. ജീവിത രംഗത്ത് നേർക്കുനേരെ പറഞ്ഞാൽ ജീവിത രംഗത്ത് മുഴുവൻ ആയുധങ്ങളും വെച്ച് കീഴടങ്ങി തോറ്റു കൊടുക്കുകയാണത്. അങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്. ധീരമായി ജീവിതത്തെ നേടാൻ കഴിയുന്ന ഒരാൾക്ക്, നേരിടാൻ കഴിയുന്ന ഒരാൾക്ക് ജീവൻ അവസാനിപ്പിക്കേണ്ടി വരില്ല. അയാൾ പ്രതിസന്ധികളെ കവച്ചു വെച്ച് മുന്നോട്ട് പോകും. അതാണ് ജീവിതം. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇത് ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ തോറ്റു, പത്തി മടക്കി പൂർണ്ണമായിട്ടും ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്ന നമ്മളുടെ യുവാക്കൾ, യുവതികളൊക്കെ, പ്രത്യേകിച്ച് ആ പ്രായക്കാർ, കൗമാരക്കാർ, അതൊരു യോഗ്യതയല്ല, അതൊരു അയോഗ്യതയാണ്. അതൊരു മഹത്വമല്ല. ഒരു മഹത്വവും അതിലില്ല, അതിലൊരു യോഗ്യതയുമില്ല. ആർക്കും ഒരു മതിപ്പും അനുകമ്പയും അവരോട് തോന്നാറുമില്ല. അവർ പൂർണ്ണമായി ജീവിതത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ ഈമാൻ, വിശ്വാസം നമ്മളെ വിജയിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഈമാനുള്ള ആളുകൾക്ക് ഇതൊക്കെ മറികടക്കാൻ കഴിയും. നോക്കൂ, ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ, മുസ്ലിം രാജ്യങ്ങളുണ്ടല്ലോ, അല്ലാത്ത രാജ്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ നടക്കുന്ന ആത്മഹത്യകളുടെ കണക്കുകൾ നമ്മുടെ മീഡിയകൾ കൊണ്ടുവരാറുണ്ട്. സൗദി അറേബ്യയിലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കാണ്. 0.4 4 അവിടുത്തെ മൊത്തം ആത്മഹത്യത്തിന്റെ കണക്ക്. നമ്മുടെ നാട്ടിൽ ഒരു ദിവസം എത്ര നടക്കട്ടെ നോക്കുക. എന്താ കാരണം? സാമ്പത്തിക സുസ്ഥിതിന്റെ പ്രശ്നമല്ല അത്. വളരെ സമ്പന്നരായ, യോഗ്യരായ ആളുകൾ നിഷ്പ്രയാസം ജീവിതം അവസാനിപ്പിക്കുന്നത് കാണാം. നല്ല ജീവിത സാഹചര്യമുള്ളവർ പെട്ടെന്ന് ജീവിതം നിരാശരായി അവസാനിപ്പിക്കുന്നത് കാണാം. ഇതൊക്കെ ജീവിതത്തോടുള്ള സമീപനത്തിന്റെ പ്രശ്നമാണ്. ജീവിതത്തെ നന്നായി കാണാൻ പഠിക്കുക. നേരത്തെ പറഞ്ഞ പോസിറ്റീവായി കാണാൻ പഠിക്കുക. ജീവിതത്തെ നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കുക. എല്ലാം ഗുണപരമായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ജീവിതത്തിന്റെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുകയല്ല, ധീരമായി നേരിടുക, മറികടന്നു പോകാൻ ശ്രമിക്കുക. അവിടെ തോറ്റു കൊടുക്കാതിരിക്കുക. അതിന് ശക്തി പകരുന്ന ഭാഗമാണ് നമ്മളുടെ ഈമാൻ. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. ഖുർആന്റെ വാക്ക്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ആശയറ്റു പോകരുതേ. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോവുക. എവിടെയും പടച്ചവൻ താങ്ങായി, കൂട്ടായിട്ട് നമ്മൾക്കുണ്ടാവും. അല്ലാഹു മഅന, നമ്മോടൊപ്പം അള്ളാഹു ഉണ്ട്. അള്ളാഹു ഉണ്ട് എന്ന ആ ഖുർആന്റെ വാക്യമുണ്ടല്ലോ, ഇന്നല്ലാഹ മഅന, നമ്മോടൊപ്പം അള്ളാഹു ഉണ്ട് എന്ന ആ വാക്യം, അത് നമ്മൾക്ക് നല്ല ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ പകർന്നു തരേണ്ട കാര്യമാണ്. അതാണ് ജീവിതത്തോട് നമ്മൾ വെച്ചു പുലർത്തേണ്ട സമീപനം. പുതിയ കാലം, സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുമ്പോഴും ഈ ഈമാന്റെ കുറവ് കാരണമായിട്ട് ഇതൊക്കെ
നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യം, നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹു നൽകിയ ഈ ദീനും ഈമാനും തന്നെയാണ്. അത് നല്ല നിലക്ക് പോഷിപ്പിച്ച് നന്നാക്കി നിലനിർത്തുക, അതിൻ്റെ മധുരം അനുഭവിക്കുന്ന ഒരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പ്രതിസന്ധികളിലൊന്നും തളരാതെ അള്ളാഹുവിൻ്റെ തുണയുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും അവൻ്റെ ദീനിൽ നല്ല ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാൻ അള്ളാഹുവെ നീ ഞങ്ങൾക്കൊക്കെ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ നാഥ. ജീവിതരംഗത്ത് വരുന്ന